സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കത്താൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 1.25 മീറ്ററാണ് കേട്ടോ എടുത്തേക്കുന്നത്. തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് വെട്ട് വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ തുണി ഇതേപോലെ കറക്റ്റായിട്ട് ഈവനായിട്ട് 4ആയി മടക്കിയിട്ടു. ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കുവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈവനായിട്ട് ഞാനൊരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഷോൾഡറാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ 16ഓളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിന് നമുക്ക് 7 വരുന്നുണ്ട്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 16ആണ് എടുത്തേക്കുന്നത് ഇപ്പം ഞാൻ. പിന്നെ ഷോൾഡർ 7ആണെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് താഴോട്ട് ഞാൻ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആം ഹോളിന് വേണ്ടിയാണ്. പിന്നെ വേസ്റ്റ് കൊടുക്കുന്നത് 13-ൽ, ഹിപ്പ് കൊടുക്കുന്നത് 19-ൽ. ഓക്കെ, എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം ഞാൻ ലൂസായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 4 ഇഞ്ച് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് 30 ആണെങ്കിൽ അതിൻ്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്തു 34. എന്നിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ. വേസ്റ്റും ഹിപ്പും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്, ടൈറ്റായിട്ടേ അല്ല. പിന്നെ ഫുൾ ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത്. 28ആണ് എൻ്റെ ലെങ്ത്ത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 30-ലാണ് കേട്ടോ ഞാനിപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് താഴ്ഭാഗത്തെ വണ്ണം നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഷോൾഡറിൻ്റെ അവിടുത്തെ ഞാൻ 16 എടുത്തല്ലോ, അതേ രീതി നമുക്ക് 16 തന്നെ താഴെ എടുക്കാം. അതിനേക്കാളും കൂടുതലായിട്ടും എടുക്കാം. ഇപ്പം ഞാൻ 16 എടുത്തേക്കുന്നത് എൻ്റെ മുട്ടിൻ്റെ അവിടെ വരെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ അതിൽ കൂടുതലും മുട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നിൽക്കണമെങ്കിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചെസ്റ്റും വേസ്റ്റും വരച്ച ലൈനിനെ ഒന്ന് ജോയിൻറ്റ് എടുക്കുവാണ്. പിന്നെ നമ്മൾ ഈ 16 കൊടുത്തില്ലേ മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴോട്ട് അതേ ലെങ്ത്തിൽ തന്നെ കൊടുക്കുവാണ്. അപ്പോൾ മുകളിൽ 16ആണ്, താഴെയും 16 തന്നെ കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. സെൻറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ഒരു പാടുമില്ല. നമുക്ക് ഒരു വെസ്റ്റേൺ വെയറൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. അങ്ങനെ അല്ലാത്തവർക്ക് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. അല്ലാത്തവർക്ക് ഇത് നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇട്ടാൽ. താഴ്ഭാഗത്ത് ഞാനത് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ എനിക്കിവിടെ 13ആണ് കേട്ടോ വരുന്നത്. അതിൻ്റെ പകുതി എടുത്തിട്ട് ഈ വെട്ട് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഞാനൊന്ന് കയറ്റി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തുണി തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും 2 സൈഡിലും തുണി തൂങ്ങി കിടക്കും. അപ്പോൾ അതിപ്പോൾ ഒരു ഫിഷ് കട്ട് മോഡലൊക്കെ പോലെ ആവും കേട്ടോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഡയറക്റ്റായിട്ട് തിരിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യണ്ട, ഡയറക്റ്റായിട്ട് നല്ല ഭാഗത്ത് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുവാണ്. ചെസ്റ്റും വേസ്റ്റും അതേപോലെ ഹിപ്പും. ഇനി നമുക്ക് നെക്ക് ഇതേപോലൊരു ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ വിത്ത് കൊടുക്കുന്നത് 3.5ആണ്. അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 4ആണ്. 4 കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒരു 1/2 ഇഞ്ചും വീതിയും 1.5 ഇഞ്ച് നീളത്തിനും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു നെക്കാണ് ചെയ്തെടുക്കുന്നത്. വി നെക്കാണെങ്കിൽ വി നെക്ക് ഒന്നുകൂടെ റൗണ്ട് നെക്കിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഇതേപോലൊക്കെ നെക്കോ അല്ലെങ്കിൽ വി നെക്കോ ഒക്കെ ആയിരിക്കും കേട്ടോ. ബാക്ക് നെക്കും അതേപോലെ 3.5 വീതിയും 4 ഇറക്കം മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ. അത് കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒന്ന് അപ്പുറത്തെ സൈഡിലൂടെ അതൊന്ന് പതിച്ചു കൊടുക്കണം കേട്ടോ. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം പതിച്ചു കൊടുക്കുമ്പോൾ. സെൻറ്റർ അറിയാൻ വേണ്ടി കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഇതേ രീതിയിൽ പതിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ 3 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. സൈഡ് ഭാഗം ഇതേപോലെ 2 സൈഡും മടക്കി അടിക്കുവാണ്.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സൈഡ് എടുത്തു കേട്ടോ, ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ലൈനിങ് നമ്മൾ നെക്ക് വരച്ചെടുത്ത ക്ലോത്തിനെ ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്ത് പിന്നൊക്കെ കൊടുത്ത് നന്നായി സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെക്ക് വരച്ച അതിലേ ഒന്ന് നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ഒരു കോട്ടൺ ക്ലോത്താണ് കേട്ടോ. ഇതേപോലെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ആ നെക്ക് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഗ്യാപ്പ് ഇട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വെട്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ താഴോട്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാവേ. ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് വെട്ടിട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് തന്നെ കിട്ടത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ആ നെക്കിനെ ഒന്ന് നീക്കി വെച്ച് നെക്കിൻ്റെ തുണിയിലും മെയിൻ ക്ലോത്തിൻ്റെ തുണിയുടെ സെൻറ്ററിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് പോയേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സൈഡിൽ കൂടെ എഡ്ജിൽ കൂടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ നെക്ക് ഫിനിഷായി കിട്ടും കേട്ടോ. ഇനി ഞാൻ നെക്ക് നമ്മൾ ചെയ്തെടുത്ത തുണി ഹെം ചെയ്തെടുക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ തൊട്ടൊന്ന് ഹെം ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പുറത്തറിയാൻ പാടില്ല, നമ്മൾ ഹെം ചെയ്തതിൻ്റെ സ്റ്റിച്ച് ഒരിക്കലും അറിയാൻ പാടില്ല കേട്ടോ. അറിഞ്ഞാൽ പിന്നെ ബോറായി പോകുക. അതേപോലെയാണ് കേട്ടോ ഹെം ചെയ്തെടുക്കുന്നത്. അതെത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പീസും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്കും ഫ്രണ്ടും നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഇതേപോലെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് താഴ്ഭാഗം വരെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. നന്നായി ലോക്ക് ചെയ്യണം. ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അത് തയ്യൽ തുമ്പ് ബാക്ക് സൈഡ് നെക്ക് ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് പതിച്ചുകൂടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അരികു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള ഭാഗം, ആ ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തു കേട്ടോ. രണ്ട് സൈഡിലെയും ആ നമ്മുടെ സൈഡ് വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. രണ്ട് സൈഡും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനി താഴ്ഭാഗം കേട്ടോ, ഫ്രണ്ട് സൈഡിൻ്റെ സ്ലിറ്റ് വരുന്ന ആ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒരു പാടുമില്ല കേട്ടോ. തയ്യൽ അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ താഴ്ഭാഗമാണ് കേട്ടോ ഡബിൾ ഫോൾഡ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട്, ഇത് നല്ല വശം തന്നെയാണ് കേട്ടോ, തിരിച്ചിടുക ഒന്നും ചെയ്യുന്നില്ല. നല്ല വശം വെച്ചിട്ട് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ആ ഷോൾഡർ വിട്ടിട്ട് അവിടെ നിന്ന് ഒരു 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല വശമാണ് ഇത്, ചീത്ത വശമല്ല, നല്ല വശം തന്നെയാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ടോ.
ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാം, അത്രയ്ക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഫുള്ളി കംപ്ലീറ്റ് ആയി. പിന്നെ ഞാനൊരു ലേസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റും ബ്ലാക്കും ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ബ്ലാക്കാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ബ്ലാക്ക് ഇതേപോലെ ഞാൻ സൈഡിലെ ആ ചിറകിൻ്റെ അവിടെയും പിന്നെ താഴ്ഭാഗത്തും, 2 സൈഡിലെ ചിറകിൻ്റെ അവിടെയും താഴ്ഭാഗത്തെ ആ സ്ലിറ്റ് വരുന്ന ഭാഗമല്ലേ അവിടെയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-2.5 മീറ്റർ ലേസ് വേണ്ടി വന്നു കേട്ടോ. അതും കംപ്ലീറ്റ് ആയിട്ടോ. ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ആ നെക്കിലൂടെ വെച്ച് കൊടുത്തു കേട്ടോ. നെക്കും സിമ്പിളായി പോയി എന്ന് തോന്നി. പക്ഷേ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വി നെക്ക് മതിയായിരുന്നു എന്ന് തോന്നിയത്. പക്ഷേ ഈ നെക്കും നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ചെയ്ത് വന്നപ്പോൾ വി നെക്ക് ചെയ്താൽ മതിയായിരുന്നു തോന്നി. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ? ബായോ. സിമ്പിളായിട്ടെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ടതായിട്ടില്ല. തയ്യൽ തുമ്പോ ഒന്നും ഇടേണ്ടതായിട്ട് വരുന്നതേ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ സിമ്പിളാണെന്ന് പറഞ്ഞാൽ. വെറും 10 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഷുവർ. പിന്നെ എന്താ പറയുക, ഒരു 2 മീറ്റർ 1.25 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം റേറ്റിൻ്റെ ഒന്നും ക്ലോത്ത് മേടിക്കണ്ട. അപ്പോൾ പ്രിൻ്റ് ഉള്ളതൊക്കെ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ എന്തെങ്കിലും തെറ്റുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലെ യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.